കണ്ണൂർ ആറളം ഫാമിൽ ഡെപ്യൂട്ടി റേഞ്ചർക്കും സംഘത്തിനും നേരെ പാഞ്ഞെടുത്ത് ആനകൾ. RRT ഡെപ്യൂട്ടി റേഞ്ചർ M. ഷൈനികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് നേരെയാണ് ആനകൾ പാഞ്ഞെടുത്തത്. പൂക്കുണ്ട് മേഖലയിൽ നിരീക്ഷണം നടത്തുന്നതിനിടെയായിരുന്നു സംഭവം. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ A ചേരുന്നു. നിഖിൽ, എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്? വിശദാംശങ്ങൾ എന്താണ്? ദിവസങ്ങളായി ആറളം ഫാമിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുകയാണ്. ഇതിനെ നിരീക്ഷിക്കുന്നതിനും കാട്ടിലേക്ക് തുരത്തുന്നതിനുമായി RRT സംഘം നിരന്തരം ശ്രമിച്ചു വരികയുമാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം 2 ആനകൾ ഇത്തരത്തിൽ RRT ഡെപ്യൂട്ടി റേഞ്ചർ M. ഷൈനികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് നേരെ പാഞ്ഞെടുത്തത്. ഇതിലൊന്ന് മതപ്പാടുള്ള ആന കൂടിയായിരുന്നു. പൂക്കുണ്ട് മേഖലയിൽ ഇത്തരത്തിൽ നിരീക്ഷണം നടത്തുന്നതിനിടെയായിരുന്നു സംഭവം. ഈ പ്രദേശത്ത് ആനമതിൽ നിർമ്മാണത്തിന്റെ ഭാഗമായി പഴയ മതിൽ പൊളിച്ചു മാറ്റിയിരുന്നു. ഇതുവഴിയാണ് ആനകൾ ഫാമിലേക്ക് പ്രവേശിച്ചിരുന്നത്. എല്ലാ ദിവസവും തന്നെ വൈകിട്ട് 6 മുതൽ ഡെപ്യൂട്ടി റേഞ്ചർ, RRT വെറ്റിനറി സർജൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് ഈ നിരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന കാട്ടാനകളെ പടക്കം പൊട്ടിച്ചും അല്ലെങ്കിൽ ആളുകൾ ഒരുമിച്ച് ചേർന്ന് ബഹളം വെച്ചുമൊക്കെയാണ് കാട്ടിലേക്ക് തുരത്തിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ കഴിഞ്ഞ ദിവസവും ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ആനകളെ കാട്ടിലേക്ക് തുരത്തിയിരുന്നു. എന്നാൽ ഇങ്ങനെ തുരത്തിയ കാട്ടാനകൾ വീണ്ടും തിരിച്ച് ഈ 2 ആനകൾ തിരിച്ച് ഫാം പ്രദേശത്തേക്ക് വരികയും ഉദ്യോഗസ്ഥർക്ക് നേരെ പാഞ്ഞെടുക്കുകയുമായിരുന്നു. അത്ഭുതകരമായാണ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെട്ടതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നിഖിൽ അളവൂറാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.